ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ. അപ്പസ്തോലന്മാർ കർത്താവിനോട്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണമേ എന്ന് പറഞ്ഞു. അതിന് കർത്താവ് പറഞ്ഞത്, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ കാട്ടത്തിയോട് വേരോട് പറഞ്ഞ് കടലിൽ നട്ടുപോക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കുകയോ ചെയ്യുന്ന ഒരു ദാസനുണ്ടെന്നിരിക്കട്ടെ. അവൻ വയലിൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിനിരിക്ക എന്നവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ചു തീരുവോളം അര കെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക, പിന്നെ നീയും തിന്നു കുടിച്ചോളുക എന്ന് പറയുകയില്ലയോ? തന്നോട് കൽപ്പിച്ചത് ദാസൻ ചെയ്തതുകൊണ്ട് അവന് നന്ദി പറയുമോ? അവണ്ണം നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ചെയ്ത ശേഷം ഞങ്ങൾ പ്രയോജനമില്ലാത്ത ദാസന്മാർ, ചെയ്യേണ്ടതേ ചെയ്തിട്ടുള്ളൂ എന്ന് നിങ്ങളും പറവീൻ. മതി. യേശുവിൻ്റെ അടുക്കൽ വന്ന ശിഷ്യന്മാർ ആവശ്യപ്പെട്ട പ്രാർത്ഥിച്ച രണ്ട് പ്രാർത്ഥനകളുണ്ട്. ഒന്ന്, അത് ഒരാളാണ് പറഞ്ഞത്. 12 പേരിൽ ഒരാൾക്ക് മാത്രം കത്തിയൊരു കാര്യം. എന്താണ്? ഞങ്ങളെ പ്രാർത്ഥിക്കാൻ. ശിഷ്യന്മാരിൽ ഒരുവൻ അവനോട് ഞങ്ങളെ പ്രാർത്ഥിക്കാൻ. പക്ഷെ പുള്ളിക്കാരൻ പറഞ്ഞപ്പോൾ ആർക്കും കൂടെ പറഞ്ഞു, മറ്റുള്ളവർക്ക് കൂടെ ചേർത്ത്, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ, എന്നെ പ്രാർത്ഥിക്കാനല്ല, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ എന്ന് പറഞ്ഞു. യേശു പ്രാർത്ഥനയുടെ ഒരു മാതൃക അവർക്ക് പറഞ്ഞു കൊടുത്തു. അത് പ്രാർത്ഥനയായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞില്ല, അതൊരു മാതൃക. അതിനകത്തെല്ലാം ഉണ്ട്. എന്ത് പ്രാർത്ഥിക്കണം, ആരോട് പ്രാർത്ഥിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം, എന്തിനു വേണ്ടി, ഇന്നെന്ത് പ്രാർത്ഥിക്കണം, നാളെ എന്ത്, പരമപ്രധാന ലക്ഷ്യം എന്താണ്, ഇതൊക്കെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ പ്രാർത്ഥന യേശു പഠിപ്പിച്ചു. അതിനുപരി പ്രാർത്ഥനയുടെ കാര്യത്തിൽ അവരൊരു മാതൃക കാണിക്കുകയായിരുന്നു. എന്ത് ചെയ്തു? രാത്രി മുഴുവൻ പോയി പ്രാർത്ഥിച്ചു, ആദ്യകാലത്തെ പ്രാർത്ഥിച്ചു, മാറി വേറിട്ട് പോയി വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു. എവിടെയൊക്കെ സമയം ലഭിക്കുമോ അവിടെ എല്ലാം യേശു എന്ത് ചെയ്തു? പ്രാർത്ഥിക്കുവാൻ തയ്യാറായി. ഇത് അവരെ ചിന്തിപ്പിച്ചു. പ്രിയമക്കളെ, നിന്റെ വിശ്വാസ ജീവിതം മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ശ്രദ്ധിക്കും. നിന്റെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. നിന്റെ വചന ധ്യാനം മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. നിന്റെ ചർച്ച് അറ്റൻഡൻസ് മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. നിന്റെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കാനുള്ള ആവേശം മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. പ്രാർത്ഥിച്ച് വെള്ളം കുടിക്കുന്നത് മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. ആലയത്തിൽ വരുന്നത് മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. കാഴ്ചപ്പാടുകൾ മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. വാഹനത്തിൽ കയറി ഉച്ചത്തിൽ പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. ആഹാരം കിട്ടുമ്പോൾ അതിനെ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് മറ്റുള്ളവരെ ചിന്തിപ്പിക്കണം. ഞാൻ ഒരു ദിവസം ഒരു കാര്യം കണ്ടു. ഞാൻ ഓർക്കുന്നു, ഞങ്ങളുടെ പോലീസ് മെസ്സിൽ അവിടെ എല്ലാ ഓഫീസർമാരും ഇരിക്കുകയാണ്. അവിടെ ഏതോ ഒരു കോഴ്സ് നടക്കുകയാണ്. ASI-മാർക്കും SI-മാർക്കുള്ള കോഴ്സ് നടക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആഹാരം വിളമ്പുന്നു. അപ്പോൾ ഒരു ASI, പേരെനിക്കറിയത്തില്ല, പരസ്യമായി ആഹാരം കിട്ടിയ ആ പ്ലേറ്റ് മുകളിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും അങ്ങോട്ട് നോക്കി. ഇയാൾ എന്താ ഈ കാണിക്കുന്നത്? പലരും പുച്ഛിച്ചു, എന്താണ്, കളിയാക്കി. അതൊന്നും അങ്ങേർക്ക് വിഷയമല്ല. അദ്ദേഹം വിളിച്ചു പറയുകയാണ്, എനിക്ക് ഈ ആഹാരം തന്ന ഒരു ദൈവമുണ്ട്, ഇത് കഴിക്കുവാൻ എന്നെ ബലപ്പെടുത്തിയ ഒരു ദൈവമുണ്ട്, അവന് നന്ദി. അനേകരെ അത് ചിന്തിപ്പിച്ചു, എന്നെയും ചിന്തിപ്പിച്ചു. ഞാൻ ഇത്രയും വലിയ ആളെന്ന് പറഞ്ഞ് നടന്നിട്ട് ഞാനങ്ങനെ പ്രാർത്ഥിക്കാറില്ലല്ലോ പരസ്യമായി. നിന്റെ ജീവിതം മറ്റുള്ളവരെ ചിന്തിപ്പിക്കട്ടെ. അവിടെയാണ് നീ ഒരു അനുഗ്രഹമാകുന്നത്. നിന്റെ പ്രാർത്ഥനാ ജീവിതം മറ്റുള്ളവരെ ചിന്തിപ്പിക്കട്ടെ. അവർ ചിന്തിച്ചു, എന്തുകൊണ്ട് യേശു പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥന വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്.
അവർ പറഞ്ഞു, ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമേ. വീണ്ടും നോക്കിയപ്പോഴത്തേക്ക് വിശ്വാസത്തെക്കുറിച്ച് വളരെയധികം യേശു സംസാരിക്കുന്നു. ഒരാൾ വന്നപ്പോൾ യേശു ചോദിക്കുന്നു, ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? എന്താണ്? ഇത് ചെയ്യുവാൻ എനിക്ക് കഴിയുമെന്ന് നീ വിശ്വസിക്കുന്നുവോ? അവൻ പറഞ്ഞു, ഉവ്വ് കർത്താവേ, വിശ്വസിക്കുന്നു. യേശുവിനെ തൊട്ട് സൗഖ്യമാക്കി. അപ്പോൾ വിശ്വാസം വളരെ അത്യാവശ്യ ഘടകമാണെന്ന് ആര് മനസ്സിലാക്കി? ശിഷ്യന്മാർ മനസ്സിലാക്കി. അവർ പതുക്കെ അടുത്തുകൂടി. അവരുടെ പേരെന്നറിയാം, അപ്പോസ്തലന്മാർ. ഭാവിയെ നിയന്ത്രിക്കേണ്ട ജീവിതങ്ങൾ അവരടുത്ത്, കർത്താവേ, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ചു തരണം. പ്രിയമക്കളെ, അല്പസമയം കൊണ്ട് വിശ്വാസത്തെ പൂർണ്ണമാക്കണം. ഇല്ലെങ്കിൽ പിശാച് നിങ്ങളെ ചവച്ചു കളയും. പിശാച് വെറുതെ ഇരിക്കത്തില്ല. വിട്ടുപോയടുത്തേക്ക് അവൻ മടങ്ങി വരും. മടങ്ങി വരുന്നത് വെറുതെ അല്ല, 7 ഭൂതങ്ങളുമായിട്ട് അവിടെ കയറി പാർത്തിട്ട് ആ വീടിനെ ദുസ്സഹമാക്കാനാണ് ആരുടെ പരിപാടി? പിശാചിൻ്റെ. പക്ഷേ അവന് നിന്റെ അകത്ത് ഇടമില്ലാതെ വണ്ണം നീ വിശ്വാസം കൊണ്ട് നിന്റെ അകത്തെ നിറയ്ക്കണം. ഒരാമേൻ പറഞ്ഞാട്ട്, ദൈവത്തിന്റെ വലിപ്പം കൊണ്ട് നിന്റെ അകത്തെ നിറയ്ക്കണം. പിശാച് വരുമ്പോൾ നാണിച്ചു പോകണം, ലജ്ജിച്ചു പോകണം. എനിക്ക് അതിനകത്തിരിക്കാൻ സ്ഥലമില്ല. ദൈവത്തിന് മാത്രമേ അവിടെ സ്ഥലമുള്ളൂ. ദൈവത്തിന്റെ വലിപ്പത്തിനും വിശ്വാസ വാക്കുകൾക്കും മാത്രമാണ് അതിനകത്ത് സ്ഥലമുള്ളത്. ഭാവി പ്രത്യാശയ്ക്കാണ് അതിനകത്ത് സ്ഥലമുള്ളതെന്ന് പറഞ്ഞ് പിശാച് ലജ്ജിച്ചു മടങ്ങണോ. ചുരുക്കം സമയം കൊണ്ട് എന്ത് ചെയ്യണം? അകത്തെ നിറയ്ക്കണം, ശൂന്യമാക്കി ഇടരുത്. പലരുടെയും കുഴപ്പമെന്നറിയാമോ? അങ്ങോട്ട് കർത്താവിനെ അറിയുമ്പോഴത്തേക്ക് എന്താണ്? എല്ലാ തിന്മകളും മാറിപ്പോയി. ഒരു അമ്മയും പറഞ്ഞാട്ട്, അകത്തുള്ള അഴുക്കെല്ലാം പോയി. ഒരു മനുഷ്യൻ ക്രിസ്തുവിലായാൽ അവൻ ആരാണ്? പുതിയ സൃഷ്ടിയാണ്. എല്ലാ അഴുക്കും മാറിപ്പോയി, ശുദ്ധീകരിക്കപ്പെട്ടു. പക്ഷേ അകം നിറയ്ക്കുന്നില്ല. പിശാച് നോക്കുമ്പോൾ എന്താണ്? ആവശ്യം പോലെ സ്ഥലം കിടപ്പുണ്ട്. എന്തായാലും എന്നെ പുറത്താക്കിയതാണല്ലോ, അല്പം കൂടെ ശക്തിയോടെ ചെല്ലാം, 7 ആത്മാക്കളുമായിട്ട് ചെല്ലാം. അങ്ങനെ വന്ന് ആ വീടിനെ എന്താക്കി മാറ്റും? ദുസ്സഹമാ. അത് നിങ്ങൾക്ക് സംഭവിക്കരുത്. എന്ത് ചെയ്യണം? വിശ്വാസ വാക്കുകളാൽ, ദൈവത്തിന്റെ വലിപ്പത്താൽ നിന്റെ അകത്തെ നിറയ്ക്കണം. ശൂന്യമാക്കിയിടരുത്. അകത്തെ അല്പസമയം കൊണ്ട് വിശ്വാസത്തിൽ ആരോഗ്യവതികളാകണം. ആരോഗ്യവാന്മാർ എത്ര പേർക്ക് മനസ്സിലാക്കുന്നു? ഞാൻ പറഞ്ഞ ആഴം. അല്പസമയം കൊണ്ട് ആരും നിന്നെ സഹായിക്കത്തില്ല, പാസ്റ്റർ സഹായിക്കത്തില്ല, സംഘടനകൾ സഹായിക്കത്തില്ല. അല്പസമയം കൊണ്ട് കിട്ടുന്ന വചനം വലിച്ചു കുടിച്ച്, കിട്ടുന്ന കാഴ്ചപ്പാടുകൾ ഏറ്റെടുത്ത്, മണ്ണിൽ പിടിച്ച് പ്രാർത്ഥിച്ച്, അകത്തെ നിറച്ച് പിശാചിനെ ഓടിക്കണം. പ്രിയമക്കളെ, നിങ്ങളെ നല്ല നിലവാരങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾ ഏറ്റെടുക്കുന്ന ചില നല്ല പ്രാർത്ഥനകളാണ്. ഒരാമയും പറഞ്ഞാട്ടെ. അതുകൊണ്ടാണ് ഈ സഭയിൽ ഞാൻ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. 28 പ്രാർത്ഥനകൾ ഞാൻ പഠിപ്പിച്ചു, അല്ലേ? വളരെ ആഴമേറിയ കാര്യങ്ങളാണ് ഞാൻ പഠിപ്പിച്ചത്. അത് ചെറിയ കാര്യം മാത്രമാണ്, ചുരുക്കമാണ്. എങ്കിലും നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ചില സബ്ജക്റ്റ് ഇട്ട് തരികയാണ്. പ്രാർത്ഥിക്കാൻ എല്ലാവർക്കും വേണം ഒരു കാരണം, അല്ലേ? അതുപോലെ പ്രാർത്ഥിക്കാൻ സബ്ജക്റ്റുകൾ ഇട്ട് തരികയാണ്. അതിൽ പിടിച്ച് കയറിക്കൊള്ളണം. ഒരമ്മയും പറഞ്ഞാട്ടെ, ഇതുപോലെ ഒരു നന്മ കിട്ടത്തില്ല, ഇതുപോലെ വീണ്ടെടുപ്പ് ലോകപ്രകാരം കിട്ടത്തില്ല. ഇത് വലിയ നന്മയാണ്, ദൈവം ഒരുക്കിയ നന്മയാണ്. ഇതിൽ പിടിച്ച്, ഇതൊരു പിടിവള്ളിയാണ്. ഇതിൽ പിടിച്ച് കരകയറണം, രക്ഷപ്പെടണം. ഒന്ന് കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ നോക്കുക. ഒരു നല്ല പ്രാർത്ഥന അവർ കൊണ്ടുവന്നു. എന്താണ്? ഞങ്ങളുടെ വിശ്വാസത്തെ അവർ പ്രാർത്ഥിച്ച എല്ലാവർക്കും വേണ്ടിയാണ്, അല്ലേ? എല്ലാവർക്കും വേണ്ടി ഒരു പ്രാർത്ഥന. കർത്താവേ, ഞങ്ങളുടെ സഭയിൽ എല്ലാവരെയും വിശ്വാസത്താൽ നിറയ്ക്കണമേ. പ്രിയമക്കളെ നോക്കുക, കർത്താവിന് അതിന് മറുപടിയുണ്ട്. കർത്താവ് മിണ്ടാതിരുന്നോ? ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ കർത്താവ് പലപ്പോഴും മിണ്ടാതിരുന്നു. പക്ഷേ ഇവിടെ മിണ്ടാതിരുന്നില്ല. പെട്ടെന്ന് തന്നെ
മറുപടി. നിനക്കൊരു നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ ഒരു നല്ല മറുപടിയുണ്ട്. ഒരു ആമേൻ പറഞ്ഞാട്ട്. നിനക്ക് ഒരു നല്ല പ്രാർത്ഥനയുണ്ടെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ ഒരു നല്ല മറുപടിയുണ്ട്. ദൈവനാമത്തിന് മഹത്വം വരുന്ന ഒരു പ്രാർത്ഥന നിനക്കുണ്ടെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ ഒരു മറുപടിയുണ്ട്. ദൈവനാമം ഉയരുന്ന ഒരു പദ്ധതിക്കായി നീ താല്പര്യപ്പെടുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ ഒരു മറുപടിയുണ്ട്. മടങ്ങി വരട്ടെ. ഹല്ലേലൂയ. അവർ പറയുകയാണ്, ഞങ്ങൾക്ക് വിശ്വാസം വേണമെന്നല്ല അവർ പറഞ്ഞത്, ഞങ്ങൾക്ക് വിശ്വാസം വർദ്ധിപ്പിച്ച് തരണം. അതിന്റെ അർത്ഥം എന്താണ്? ഒരു ചെറിയ വിശ്വാസം ഞങ്ങളുടെ അകത്ത് ഉണ്ട്, പക്ഷെ അത് പോരാ. ഞങ്ങൾക്ക് എന്ത് ചെയ്യണത്? അത് വർദ്ധിച്ചു കിട്ടണം. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ചോദിക്കട്ടെ, നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടോ? ഉണ്ട്. നിങ്ങളുടെ എല്ലാം അകത്ത് വിശ്വാസമുണ്ട്. അതിനുള്ള വാക്യം എന്താണ്? റോമാലേഖനം 12-ാം അധ്യായം 3-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. റോമർ 12-ന്റെ 3-ാമത്തെ വാക്യം ഇവിടെ ഒന്ന് വായിച്ചേ. അവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ അകത്ത് വിശ്വാസം ഉണ്ടല്ലോ. റോമർ 12:3. ഭാവിക്കേണ്ടതിന് മീതെ ഭാവിച്ചുയരാതെ ദൈവം അവനവന് വിശ്വാസത്തിന്റെ അളവ് പങ്കിട്ടതുപോലെ സുബോധമാകുമണ്ണം ഭാവിക്കണമെന്ന് ഞാൻ എനിക്ക് ലഭിച്ച കൃപയാൽ. മതി. ആ വാക്യം വളരെ ആഴമേറിയ വാക്യമാണ്. ഭാവന കൊള്ളാം, മനോരാജ്യം കൊള്ളാം, വിശ്വാസം കൊള്ളാം, പക്ഷേ നിന്റെ അകത്തുള്ള വിശ്വാസത്തിനനുസരിച്ച് വേണം നീ ഭാവിക്കുവാൻ. അതിന്റെ അർത്ഥം ഇതാണ്: വലിയ കാര്യം ഭാവിക്കുന്നുവെങ്കിൽ വലിയ വിശ്വാസം നിനക്ക് വേണം. ഒരാമേൻ പറഞ്ഞാട്ടെ. കൊച്ചു വിശ്വാസവും വെച്ചോണ്ട് വലിയ കാര്യം ഭാവിച്ചാൽ നടക്കത്തില്ല. വലിയ കാര്യം സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? വലിയ വിശ്വാസം. പാസ്റ്ററെ, അതിന് കഴിയുമോ? കഴിയും. അതിന്റെ കാര്യങ്ങളാണ് അടുത്ത് പറയാൻ പോകുന്നത്. ഒരു അമ്മയും പറഞ്ഞാട്ടെ. നിനക്ക് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ കഴിയും. അപ്പോൾ തന്നെ ഒരു കാര്യം ഓർക്കുക, നിനക്ക് മാത്രമേ കഴിയൂ. നിന്റെ വിശ്വാസത്തെ അടുത്തിരിക്കുന്ന വ്യക്തിക്ക് വർദ്ധിപ്പിക്കാൻ കഴിയുമോ? ഇല്ല. നീ ഏറ്റെടുക്കുന്ന വിശ്വാസമാണ് നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നത്. ഓക്കെ. അപ്പോൾ തന്നെ വീണ്ടും മുമ്പോട്ട് പോകാം. ഈ നമ്മുടെ വിശ്വാസത്തെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരമ്മയും പറഞ്ഞാട്ട്. ദൈവത്തിന്റെ പ്രത്യേകത എന്താണ്? യേശുവിന്റെ പ്രത്യേകത എന്താണ്? എന്ത് കാര്യം അനുഗ്രഹിച്ചാലും അത് വർദ്ധിക്കും. യേശുവിന്റെ കയ്യിൽ 5 അപ്പവും 2 മീനും ഏൽപ്പിച്ചു. യേശു എന്ത് ചെയ്തു? എങ്ങനെ വാക്ക് പറയാമെങ്കിൽ സമ്മാനമുണ്ട്. അതാരാ പറഞ്ഞ? അവയെന്ന് പറഞ്ഞാണ്. അവയെ അനുഗ്രഹിച്ചു. കേൾക്കുന്ന ഓരോ വചനങ്ങളും ആഴമേറിയ നിലവാരങ്ങളിൽ അകത്ത് ഗ്രഹിക്കണം. യേശു എന്ത് ചെയ്തു? 5 അപ്പവും 2 മീനിനെ അവയെ അനുഗ്രഹിച്ച്. കണ്ട സന്തോഷം കേട്ടോ, വന്നല്ലോ സന്തോഷം. ഹല്ലേലൂയ. അവയെ അനുഗ്രഹിച്ചു. നമ്മളങ്ങനെ അനുഗ്രഹിക്കുമോ? ഇല്ല, നമുക്ക് അത്ര കാഴ്ചപ്പാടില്ല പലപ്പോഴും. എന്താണോ വർദ്ധിക്കേണ്ടത് അതിനെ യേശു എന്ത് ചെയ്തു? അനുഗ്രഹിച്ചു. അത് 1000 മടങ്ങായി വർദ്ധിച്ചു. അങ്ങനെയെങ്കിൽ വിശ്വാസത്തെ അനുഗ്രഹിച്ചാലോ വിശ്വാസം വർദ്ധിക്കും. നിന്റെ ഓരോ നല്ല നല്ല കാഴ്ചപ്പാടുകളെയും നീ അനുഗ്രഹിക്കാൻ പഠിക്കണം. അതാണ് ഈ സഭ പഠിപ്പിക്കുന്നത്. നിന്നെ അനുഗ്രഹിക്കണം. തലയെ കൈവച്ച് കണ്ണാടി നോക്കി നിന്നെ അനുഗ്രഹിക്കണം. ഞാൻ പലപ്പോഴും എൻ്റെ വീഡിയോയുടെ അടിയിൽ ഇങ്ങനെ കമന്റ് ഇടാറുണ്ട്, ഐ ബ്ലെസ് യു ഇൻ ദ നെയിം ഓഫ് ജീസസ്. ആരുടെ വീഡിയോയാ? എൻ്റെ വീഡിയോ, ഞാനെടുത്ത വീഡിയോ, ഞാൻ അപ്ലോഡ് ചെയ്ത വീഡിയോ. നാട്ടുകാരൻ പറയുന്നുണ്ട് ആരും കമന്റ് ഇടാല്ലാത്ത അവന്റെ കമന്റ് ഇട്ട അല്ല, ഞാൻ കാഴ്ചപ്പാടോടുകൂടെ ചെയ്യുകയാണ്. ഞാൻ എന്നെ അനുഗ്രഹിക്കുകയാണ്. എനിക്കറിയാം ഞാൻ ദൈവത്തിന്റെ മകനാണ്. ഞാൻ അനുഗ്രഹിച്ചാൽ വർദ്ധിക്കും. ഞാൻ അനുഗ്രഹിച്ചാൽ എൻ്റെ വിശ്വാസം വർദ്ധിക്കും, എൻ്റെ കാഴ്ചപ്പാട് വർദ്ധിക്കും, ദർശനം വർദ്ധിക്കും. എൻ്റെ അപ്പവും വെള്ളവും വർദ്ധിക്കും, എൻ്റെ വരുമാനം വർദ്ധിക്കും, ദശാംശം വർദ്ധിക്കും, എൻ്റെ കാഴ്ചപ്പാടുകൾ വർദ്ധിക്കും, എൻ്റെ ഭാവി ധന്യമാകും. അപ്പോൾ വിശ്വാസത്തെ അനുഗ്രഹിക്കണം. ഒരമ്മയും പറഞ്ഞാട്ടെ. വീണ്ടും യേശു ഒരു കാര്യം പറയും, നിങ്ങൾക്ക് കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഒരു ചോദ്യം കൂടാതെ. മകനെ, നീ കർത്താവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോൾ നിനക്കൊരു ബോധ്യം വന്നോ നിന്റെ അകത്തൊരു വിശ്വാസം ഉണ്ടെന്ന്? വന്നോ? വരണം.
യേശു നിങ്ങൾ കടുകുമണിയോളം വിശ്വാസം ഉണ്ടെങ്കിൽ, അങ്ങനൊരു ബോധ്യം നിനക്ക് ഉണ്ടെങ്കിൽ, അങ്ങനൊരു അറിവ് നിനക്ക് ഉണ്ടെങ്കിൽ നീ വെറുതെ ഇരിക്കരുത്. നീ ആ കടുകുമണി വിശ്വാസത്തെ ഉപയോഗിക്കണം. വളരെ ആഴമേറിയ കാര്യമാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഇന്നത്തേക്ക് സംസാരിക്കുകയല്ല, ഒരു ആയുസ്സിന് വേണ്ടി സംസാരിക്കുകയാണ്. നിന്റെ കടുകുമണി വിശ്വാസത്തെ നീ എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. എന്നാലേ അത് വർദ്ധിക്കൂ. രാമൻ പറഞ്ഞാട്ടെ, നിന്റെ വിശ്വാസം തിരിച്ചറിയണം, നിന്റെ വിശ്വാസത്തെ ഉപയോഗിക്കണം. വീണ്ടും അസാധാരണമായി ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം? യേശു ഉദാഹരണം പറയുകയാണ്. ഈ കാട്ടത്തിയോട് വേരോടെ പറഞ്ഞ്, ഈ കരിയാപ്പില ചെടിയോട്, ഈ കൂണിനോട് വേരോടെ പറഞ്ഞ്, അങ്ങനെയാണോ യേശു പറഞ്ഞത്? അല്ല, ഈ കാട്ടത്തിയോട് 10-30 വർഷം കൊണ്ട് വലിയ വലിയ വേരുകൾ 4 ഭാഗത്തേക്കും അയച്ച് ഒരേക്കർ ഭൂമിയിൽ ഇങ്ങനെ പടർന്നു നിൽക്കുകയാണ് ആ വലിയ അത്തിവൃക്ഷം കാട്ടത്തി. അതിനെ വേരോടെ പറിച്ച് കടലിന്റെ അടിത്തട്ടിൽ നടുവാൻ നിന്റെ വിശ്വാസത്തെ ഉപയോഗിക്കണം. മനസ്സിലാക്കിയവർക്കായി സ്തോത്രം. അപ്പൊ കൊച്ചുകാരിയാണ്, അസാധാരണ കാര്യം. നിന്റെ ദൈവം അസാധാരണ ദൈവമാണ്. ഓ, നീ സേവിക്കുന്നത് ഒരു പ്രാദേശിക ദൈവത്തെ അല്ല, നീ സേവിക്കുന്നത് ഇന്ത്യയിൽ ഒതുങ്ങുന്ന ഒരു ദൈവത്തെ അല്ല, സ്വർഗാദി സ്വർഗങ്ങളിൽ അടങ്ങാത്ത ഒരു ദൈവത്തെയാണ് നീ സേവിക്കുന്നത്. അതുകൊണ്ട് ചില കാര്യങ്ങൾ അസാധാരണമായി ആഗ്രഹിക്കണം, വിശ്വസിക്കണം, അതിനായി പ്രവർത്തിക്കണം. ഇതൊക്കെ ഞങ്ങളുടെ പാസ്റ്റർ പ്ലെയിൻ മേടിക്കാൻ പ്രാർത്ഥിക്കുന്നത്. പാസ്റ്റർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, വീട്ടിൽ നിന്ന് ഇവിടെ വരാൻ പ്ലെയിൻ വേണം. പ്ലെയിനല്ല, എക്സ്വിറ്റോൾ പ്രാർത്ഥിക്കുക. ഇതുപോലെ വട്ടനായ പാസ്റ്റർ വേറെ കിട്ടുമോ? കിട്ടും. ആത്മീയമായിട്ട് വട്ടുണ്ട് കേട്ടോ. ആത്മപൂർണ്ണ പ്രാർത്ഥന. കാര്യം എന്താ? എനിക്കറിയാം എൻ്റെ ദൈവം അത് ചെയ്യും. ദൈവത്തിന് കഴിയും, എൻ്റെ ദൈവത്തിന് കഴിയും. നോക്കുക, ഞാൻ പറയുന്ന കാര്യത്തിൽ വല്ല വാസ്തവമുണ്ടോ? നിങ്ങളിരിക്കുന്ന സ്ഥലം തന്നെ അതിന് തെളിവാണ്. ഹല്ലേലൂയ. ഞാൻ വർഷം മുമ്പ് പ്രാർത്ഥിച്ചപ്പോൾ പലരും പറഞ്ഞു, പിന്നെ പട്ടണത്തിന് നടു വെച്ചോണ്ടിരിക്കുക അയാൾക്ക് ഓഡിറ്റോറിയം. നടന്നില്ലേ? 10-15 ലക്ഷത്തിന്റെ കാര്യമാണ് നടന്നത്. കോടികളുടെ കാര്യം നടന്നില്ലേ? ഒരമ്മയും പറഞ്ഞാട്ട്, കോടികളുടെ കാര്യം. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? നിന്റെ അകത്തേക്ക് വിശ്വാസം നിറയട്ടെ, നിന്റെ അകത്തേക്ക് ഒരാളോ വിശ്വാസം വർദ്ധിക്കട്ടെ. ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അസാധാരണമായത് വിശ്വസിക്കുക. അസാധാരണമായത് നിന്റെ ദൈവം അസാധാരണമായത് നിസ്സാരമായി ചെയ്യുന്ന ദൈവമത്രേ. അസാധാരണമായത് നിസ്സാരമായി ചെയ്യുന്ന ദൈവമത്രേ. കരങ്ങളെ ചേർത്തടിച്ച് ഹല്ലേലൂയ. അസാധാരണമായി വിശ്വാസത്തെ ഉപയോഗിക്കണം. വീണ്ടും പറഞ്ഞു, കൃത്യതയോടെ ഉപയോഗിക്കണം. അതിനകത്തുണ്ട് എങ്ങനെ? കൃത്യതയോടെ. ഈ കാട്ടത്തി പോട്ടെ എന്നാണോ പറഞ്ഞത്? അല്ല, കാട്ടത്തിയോടെ വേരോടെ പറഞ്ഞ് കടലിൽ നട്ടു പോക. അതിന് ബിഗിനിങ് ഉണ്ട്, എൻഡ് ഉണ്ട്. അപൂർണമായിട്ടല്ല പ്രാർത്ഥിച്ചത്. കിട്ടുന്ന കിട്ടട്ടെ, കിട്ടിയാ കിട്ടി, അല്ലെങ്കിൽ ഊട്ടി ചട്ടി, ഈ പരിപാടിയല്ല, വെള്ളത്തിൽ വിടുന്ന പരിപാടിയല്ല. കിട്ടും. അതുകൊണ്ട് വ്യക്തതയോടെ വിശ്വാസത്തെ ഉപയോഗിക്കണം. വ്യക്തതയോടെ. എന്തെങ്കിലും എപ്പോഴും അഡ്ജസ്റ്റ്മെന്റ് അല്ല, വ്യക്തതയോടെ. രാമൻ പറഞ്ഞാട്ട്, നിനക്ക് എന്താണ് വേണ്ടത്? അതിന്റെ പൂർണ്ണ സ്വഭാവം എന്താണ്? എത്രമാത്രം ഉയർച്ചയിൽ ലഭിക്കണം? എത്രമാത്രം വലുതായിട്ടത് കിട്ടണം? എത്രമായിട്ട് നന്നായിട്ടത് കിട്ടണം? അത് ചിന്തിച്ച് കൃത്യതയോടെ പ്രാർത്ഥിക്കണം. വീണ്ടും പൂർണ്ണതയോടെ അതിനെ ഉപയോഗിക്കണം. പൂർണ്ണതയോടെ. ഇത് പറഞ്ഞു പോയാൽ പോരാ, പറഞ്ഞ് കടലിൻ്റെ
താഴെ പോയി നട്ടുപോകണം എന്ന് പറഞ്ഞാൽ മേലാൽ ഇത് പൊങ്ങി വരരുത്. ഒരമ്മയും പറഞ്ഞാട്ടെ, ഞാൻ പറിച്ചെറിയുന്ന ഈ ആ കാട്ടത്തി എന്താണ്? നിങ്ങളുടെ പ്രതികൂലമാണ്, നിങ്ങളുടെ രോഗമാണ്, നിങ്ങളുടെ തടസ്സമാണ്, നിങ്ങളുടെ കടഭാരമാണ്. പ്രിയ മക്കളെ, ഇത് വെറുതെ പറയുന്നതല്ല, അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണ്. പ്രസ്ഥാനങ്ങളുമായിട്ടോ സംഘടനകളുമായിട്ടോ ഒന്നും അമിത ബന്ധമില്ല. മാത്യു കേൾക്കുന്നോ? ഒരു പ്രസ്ഥാനവുമായിട്ടും അധികം ബന്ധമില്ല. കള്ളപ്രവാചനെ കണ്ടുകൂടാ. ഇതെല്ലാമായിട്ടും അത്ഭുത വഴിയാ കർത്താവ് തുറക്കുന്നത്. ഒരു അമ്മയും പറഞ്ഞാട്ട്, കോടികളുടെ വഴിയാ ദൈവം തുറക്കുന്നത്. കാര്യം എന്താണ്? എന്റെ ആശ്രയം എന്റെ ദൈവത്തിലാ. 151 ലക്ഷം രൂപ കടമുള്ളപ്പോൾ, 151 ലക്ഷം രൂപ കടമുള്ളപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു, ഈ കടം വേരോടെ നീങ്ങി കടലിൽ ചാടി നട്ടുപോകട്ടെ. അതിൽ 151 ലക്ഷവും ഇവരോട് പറഞ്ഞുപോയി. പറഞ്ഞാൽ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ കടമൊന്നുമില്ല. ചിലപ്പോൾ കടമുണ്ട്, ശരിയാണ്. അത് ആലയമായി അടുത്ത പണിയുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ചിലപ്പോൾ കടഭാരങ്ങളുണ്ട്. എന്നാൽ കർത്താവ് ഞാൻ പ്രാർത്ഥിച്ചതുപോലെ അതിനെ വേരോടെ, ചില കാര്യങ്ങൾ വേരോടെ പോകണമെന്ന് പറഞ്ഞാൽ എവിടെയാണോ അത് വെച്ചിരിക്കുന്നത്, ആ പ്രമാണം വെച്ചിരിക്കുന്നത് തിരിച്ചെടുക്കണം. ഒരമ്മയും പറഞ്ഞാട്ടെ, കുറെ പലിശ അടയ്ക്കുന്നതല്ല. ഒരമ്മയും പറഞ്ഞാട്ടെ, ആ പ്രമാണം തിരിച്ച് എടുക്കണം. അതാണ് വേരോടെ പറഞ്ഞു പോകുക. ഹല്ലേലൂയ. 10 രൂപ പലിശയ്ക്ക് പണം എടുത്തു, അതാ വേറെ 5 രൂപ പലിശയ്ക്ക് കിട്ടി. അതൊരു പരിഹാരമല്ല. ഹല്ലേലൂയ. ആ കടഭാരം പൂർണ്ണമായി നീങ്ങണം. ഇനി മേലാൽ അത് ഉയർന്നു വരരുത്. ഒരു അമ്മയും പറഞ്ഞാട്ട്, എന്റെ പ്രതികൂലം മേലാൽ ഉയർന്നു വരരുത്, എന്റെ രോഗം മേലാൽ ഉയർന്നു വരരുത്. വേരോടെ പറഞ്ഞ് കടലിന്റെ ആഴത്തിൽ നട്ടുപോകണം. മക്കളെ, നിങ്ങൾക്കറിയാമോ, കടലിന്റെ ആഴം ഇതുവരെയും കണ്ടുപിടിച്ചിട്ടില്ല. എവറസ്റ്റ് കൊടുമുടി ഇട്ടാൽ താണുപോകുന്ന കുഴി എവിടെ ഉണ്ട്? കടലിനകത്ത് ഉണ്ട്. എവറസ്റ്റ് കൊടുമുടി പൊക്കിയെടുത്തുകൊണ്ടിട്ടാൽ അത് മുങ്ങിപ്പോകും. അത്ര പസഫിക് ഓഷനാണ് ഏറ്റവും ആഴം കൂടിയ കടൽ. യേശു പറഞ്ഞത് കടലിൽ അല്ലേ, പറഞ്ഞത് കടലിൽ, കായലിൽ നട്ടുപോക എന്നല്ല യേശു പറഞ്ഞത്. കുളത്തിൽ നട്ടുപോക എന്നല്ല യേശു പറഞ്ഞത്. അഷ്ടമുടിക്കായലിൽ നട്ടുപോക ആണോ പറഞ്ഞത്? അല്ല, കടലിൽ എന്ന് പറഞ്ഞാൽ മേലാൽ ഉയർന്നു വരരുത്. പൂർണ്ണമായ ചില വിശ്വാസ പ്രാർത്ഥനകൾ നിനക്കുണ്ടാകണം. നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും നിങ്ങൾക്ക് ലഭിക്കും. യേശു പറഞ്ഞ വാക്ക് പറ, എല്ലാവരും പറഞ്ഞാട്ട്, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും ദൈവം എനിക്ക് തരും. ഒരിക്കൽ കൂടെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും ദൈവം എനിക്ക് തരും. ഒന്നുകൂടെ, ഞാൻ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ എന്ത് യാചിച്ചാലും ദൈവം എനിക്ക് തരും. വിശ്വാസം കടുകുമണിയാണ്. പക്ഷേ നീ അത് എന്ത് ചെയ്യണം? ഉപയോഗിക്കണം. അസാധാരണമായി ഉപയോഗിക്കണം. കൃത്യതയോടെ ഉപയോഗിക്കണം. പൂർണ്ണതയോടെ ഉപയോഗിക്കണം. കാട്ടത്തിയോട് സംസാരിച്ചു. എന്താണ്? കാട്ടത്തിക്ക് ചെവിയുണ്ടോ? വിശ്വാസമുള്ളവന്റെ കൽപ്പന കേൾക്കുവാൻ കാട്ടത്തിക്ക് ചെവിയുണ്ട്. സൂര്യന് ചെവിയുണ്ട്, ചന്ദ്രന് ചെവിയുണ്ട്. ബൈബിൾ പറയുന്നില്ലേ? അതാണ് വിശ്വാസ ചെവിയുടെ വാക്കിന്റെ പ്രത്യേകത. ഒരു അമ്മയും പറഞ്ഞാട്ടെ, നീ പറയുന്ന വിശ്വാസ വാക്ക് കേൾക്കുവാൻ നിന്റെ പ്രതികൂലത്തിന് ചെവിയുണ്ട്, കടഭാരത്തിന് ചെവിയുണ്ട്, രോഗത്തിന് ചെവിയുണ്ട്. നാളുകളായി നിന്റെ രോഗം കാതോർക്കുകയാണ്. നീ ഒരു വിശ്വാസ വാക്ക് പറയാൻ നാളുകളായി നിന്റെ കടഭാരം ചെവിയോർക്കുകയാണ്. ഒരു വിശ്വാസ വാക്ക് നാവിലൂടെ പുറത്തു വരാൻ. അത് കഴിഞ്ഞിട്ട്, ഇത് പറഞ്ഞിട്ട് യേശു ഒരു കാര്യം പറഞ്ഞു. നിങ്ങൾ ചോദിക്കും, പാസ്റ്റർ ഇതൊക്കെ എവിടെ നിന്നാണ് കിട്ടിയത്? കഴിഞ്ഞ ദിവസത്തോട് സംസാരിച്ച കാര്യമാണ്. ഞാൻ വെള്ളിയാഴ്ച ഒന്ന് സ്പർശിച്ചു, എന്നാൽ ആ വാക്യം പറഞ്ഞില്ല. അവിടെ പറഞ്ഞു, നിങ്ങളിൽ ആർക്കെങ്കിലും ഉഴുകയോ മേയ്ക്കോ ചെയ്യുന്ന
ഒരു ദാസൻ ഉണ്ടെന്നിരിക്കട്ടെ, അവൻ വയൽ നിന്ന് വരുമ്പോൾ നീ ക്ഷണത്തിൽ വന്ന് ഊണിരിക്ക എന്നവനോട് പറയുമോ? അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്ന് കുടിച്ചു തീരുവോളം അരകെട്ടി എനിക്ക് ശുശ്രൂഷ ചെയ്യുക എന്ന് പിന്നെ നീയും തിന്നു കുടിച്ചു കൊള്ളുക എന്ന് പറയുകയില്ലയോ? വാസ്തവത്തില് എന്താണ് യേശു അർത്ഥമാക്കിയത്? എന്നെ ഒരുപാട് നാൾ ചിന്തിപ്പിച്ചൊരു വിഷയമാണ്. എന്നാൽ പ്രാർത്ഥിച്ചപ്പോൾ ദിവ്യാത്മാവ് ആ ദൂതിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയി. വിശ്വാസത്തെ ഒരു ദാസനെ പോലെ ഉപയോഗിക്കണം. രാമൻ പറഞ്ഞാട്ടം. നമ്മുടെ വീട്ടിലെ ദാസൻ എന്ത് ചെയ്യും? നമ്മൾ പല കാര്യത്തിന് ഉപയോഗിക്കും അല്ലേ? ചിലപ്പോൾ ബംഗാളി ആയിരിക്കും വീട്ടിൽ നിൽക്കുന്നത്. ഇവിടുത്തെ കാര്യമല്ല, നമ്മളൊക്കെ സാധാരണക്കാരാണ്. വലിയ പണക്കാർ വീട്ടിലൊക്കെ ആരുണ്ട്? ബംഗാളികളും അല്ല വീട്ടുകാരല്ലേ. അവന് പല പണിയുണ്ട്. ഡ്രൈവിംഗ് പണി അറിയാം അവൻ ഡ്രൈവ് ചെയ്യും അല്ലേ? ചിലപ്പോൾ ലൈസൻസ് ആടെ ആയിരിക്കും, മുതലാളിയുടെ ആയിരിക്കും. അവൻ ആ പണി. ഒരിക്കൽ എൻ്റെ വണ്ടി കൊണ്ട് വണ്ടി ഇടിച്ചപ്പോൾ കാണാം ഓടിക്കുന്ന ആരാ? ബംഗാളിയാ. പെട്ടെന്ന് മുതലാളി വന്നങ്ങ് നിന്നു. ക്ഷമിക്കണം സാറേ 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 സാറേ. ഞാൻ പറഞ്ഞ കുഴപ്പമില്ല പോയിക്കോ. അപ്പോൾ ബംഗാളിയെ കൊണ്ട് പല ജോലികളാണ് ചെയ്യിക്കുന്നത്. വിറക് കീറിക്കും, അപ്പോൾ തന്നെ ആടിനെ മേയ്ക്കും, അതുപോലെ തന്നെ ആഹാരം ഉണ്ടാക്കാൻ വേണ്ടി ചപ്പാത്തി കുഴപ്പിക്കും. പല പണികളാണ് ഈ ബംഗാളിയെ കൊണ്ട്, ജോലിക്കാരനെ കൊണ്ട്, ദാസനെ കൊണ്ട് ചെയ്യിക്കുന്നത്. ഇതേ നിലവാരങ്ങളിൽ നിന്റെ വിശ്വാസത്തെ നീ ഉപയോഗിക്കണം. വളരെ വളരെ ആഴമേറിയ കാര്യമാണ് ദൈവം യേശു കർത്താവ് പഠിപ്പിച്ചത്. ഉഴാൻ ഉപയോഗിക്കണം. ഉഴുക എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? കട്ട ഉടച്ച് നിരത്താൻ. നിന്റെ അകത്തുള്ള അവിശ്വാസ കട്ടകളെ ഉടയ്ക്കുവാൻ നിന്റെ വിശ്വാസത്തെ ഉപയോഗിക്കണം. എപ്പോഴും അനുഗ്രഹം കിട്ടാൻ വേണ്ടി മാത്രമല്ല, അകത്ത് ചില രൂപാന്തരം ഉണ്ടാക്കാൻ വേണ്ടി വിശ്വാസത്തെ ഉപയോഗിക്കണം. ചില കട്ടകളുണ്ട്, കീടങ്ങളുണ്ട്. ഇതൊക്കെ എടുത്തു മാറ്റിയാൽ മാത്രം ദൈവപ്രവൃത്തി വെളിപ്പെടും. അവിശ്വാസം കീടമാണ്, കട്ടയാണ്. അതിനെന്ത് ചെയ്യണം? വിശ്വാസം കൊണ്ട് ഉടച്ചു നിരത്തണം, ഉഴണം. വിശ്വാസത്തെ ഉഴാൻ ഉപയോഗിക്കണം. നിങ്ങളിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ അകത്തുള്ള അവിശ്വാസമെല്ലാം തകർന്ന് തരിപ്പണമാകട്ടെ, എൻ്റെ അകത്തുള്ള എല്ലാ അവിശ്വാസങ്ങളും വേരോടെ നീങ്ങി കടലിൽ ചാടി നട്ടുപോകട്ടെ? വളരെ അപൂർവമാണ്. നമ്മളെന്ത് പറയും? നല്ല വീടേ വരിക, കൊയ്ത്തേ വരിക, വീസായേ വരിക. അതിലുപരിയായിട്ട് പറയണം, അകത്തുള്ള കീടങ്ങളെ യേശുവിന്റെ നാമത്തിൽ ഉടഞ്ഞു മാറുക. അകത്തുള്ള അവിശ്വാസ കീടങ്ങളെ, അവിശ്വാസ കട്ടകളെ ഉടയുക, 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 ഉടയുക. ഒരു പിതാവിൻ്റെ അടുക്കൽ യേശു പറഞ്ഞു, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? പിതാവ് പറയാണ്, നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ചെയ്യണം. മകനെ കൊണ്ട് നിൽക്കുക അപ്പൻ. അപ്പം കുറച്ച് താമസം എടുത്തു. കുറച്ച് കാലങ്ങളൊക്കെ യേശു അങ്ങോട്ട് സംസാരിച്ചപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ നോക്കി, സമയം പോകുന്നു, മുമ്പേ വന്നിട്ട് ഒന്നും നടന്നില്ല, ഇനി നടക്കും, നിനക്ക് വല്ലതും കഴിയുമോ? യേശു ചോദിച്ചു, വല്ലതും കഴിയുമെന്നോ? എടാ, വല്ലതും കഴിയുമെന്നോ? വിശ്വസിക്കുന്നവന് സകലതും കഴിയും. വല്ലതും നീ എന്താ വിചാരിച്ചത് എന്നെ കുറിച്ച്? ഓ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. പിതാവ് പറയാ, കർത്താവേ, എന്റെ അവിശ്വാസത്തെ പൊറുക്കണമേ. അവൻ ഉഴാൻ തയ്യാറായി. അവന്റെ അകത്തെ അവിശ്വാസത്തെ ഒന്ന് ഉടയ്ക്കാൻ അവൻ തയ്യാറായി. നെഗറ്റീവുകളെ ഉടയ്ക്കുക, വിഗ്രഹാരാധനയെ ഉടയ്ക്കുക, പൈശാചിക ചിന്തകളെ ഉടയ്ക്കുക, ജഡീകതയെ ഉടയ്ക്കുക. വീണ്ടും മേയ്ക്കാൻ ഉപയോഗിക്കണം. മേയ്ക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്നറിയാമോ? മേയ്ക്കുക, പരിപാലിക്കുക. നിനക്കുള്ള നന്മകളെ മേയ്ക്കാൻ നിന്റെ വിശ്വാസത്തെ ഉപയോഗിക്കണം. ഇപ്പോഴുള്ള വിശ്വാസം അത് നഷ്ടപ്പെട്ടു പോകരുത്, അത് പരിപാലിക്കപ്പെടണം. ഇപ്പോഴുള്ള നന്മ നഷ്ടപ്പെട്ടു പോകരുത്, അത് പരിപാലിക്കപ്പെടണം. അതിനെ മേയ്ക്കണം, തലമുറയെ മേയ്ക്കണം, വീടിനെ മേയ്ക്കണം, പറമ്പിനെ മേയ്ക്കണം. അപ്പോൾ ഒരു പരിപാലനത്തിന് എന്ത് ഉപയോഗിക്കണം? വിശ്വാസം ഉപയോഗിക്കണം. ആദ്യം ഉഴാൻ ഉപയോഗിക്കണം, പിന്നെന്താണ്? മേയ്ക്കുവാൻ, പരിപാലിക്കുവാൻ.
അതുകൊണ്ട് ഞാൻ പറയാറുള്ളത്, നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളുടെ മേലും എന്ത് ചെയ്യണം? രക്തം മുദ്ര വെക്കണം. സമയം കിട്ടുമ്പോഴേ ഇങ്ങനെ കറങ്ങണം വീട്ടിൽ. എന്നിട്ട് എന്ത് ചെയ്യണം അറിയാമോ? ശ്രദ്ധിച്ച് കേക്ക്. തലമുറയുടെ കൈവെക്കണം. മാതാവിൻ്റെ അമ്മ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ മാതാവിനെ ഞാൻ അനുഗ്രഹിക്കുന്നു. വീട്ടിലെ ഫർണിച്ചർ എന്ത് ചെയ്യണം? രക്തം മുദ്ര വെച്ച് അനുഗ്രഹിക്കണം. അങ്ങനെ യേശുവിൻ്റെ രക്തം ഫർണിച്ചറിന് മുദ്രയാകട്ടെ. തലമുറയെ അനുഗ്രഹിക്കണം. കെട്ടിടത്തെ അനുഗ്രഹിക്കണം. കെട്ടിടത്തിൽ കരം വെക്കണം. കർത്താവേ, ഞാൻ എൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കുന്നു. രക്തത്താൽ മുദ്ര വെക്കുന്നു. ഫ്രിഡ്ജിനെ രക്തം കൊണ്ട് മുദ്ര വെക്കണം. നിനക്ക് എന്തെല്ലാം ഉണ്ടോ, നിന്റെ ബാങ്ക് അക്കൗണ്ടിനെ രക്തം കൊണ്ട് മുദ്ര വെക്കണം. രക്തത്തിന് മുദ്രയുണ്ടെങ്കിൽ പിശാച് 7 അയലത്ത് അടുക്കത്തില്ല. രാമൻ പറഞ്ഞാട്ട്, രക്തത്തിന്റെ മുദ്ര എവിടെയുണ്ടോ അവിടെ പിശാച് അടുക്കത്തില്ല. ഭാര്യയെ രക്തം കൊണ്ട് മുദ്ര വെക്കണം. ഭർത്താവിന് രക്തം കൊണ്ട് മുദ്ര വെക്കണം. ന്യൂ ബേൺ ബേബിയെ രക്തം കൊണ്ട്. ഇത് മക്കളുടെ ഒരു അവകാശം കൂടെയാണ്. മക്കളെങ്കിലോ അവകാശികൾ. ഒരാമയം പറഞ്ഞാട്ടെ. അപ്പോൾ ഉഴാൻ ഉപയോഗിക്കണം, മേയ്ക്കാൻ വീണ്ടും വയലിൽ ഉപയോഗിക്കണം. ഓരോ വാക്കുകൾക്കും ഇതിന്റെ അർത്ഥപ്രാപ്തിയുണ്ട്. അവൻ എവിടുന്ന് വരികയാണ്? വയലിൽ. വയൽ എന്താണ്? നിന്റെ ശുശ്രൂഷ മണ്ഡലമാണ് വയൽ. ഒരാമയം പറഞ്ഞാട്ടെ. ഏതൊരു വിശ്വാസിക്കും എന്താ ഉണ്ട്? ഒരു വയലുണ്ട്. നിന്റെ വയൽ ഇതുവരെ കണ്ടോ? നിന്റെ വയൽ ശുശ്രൂഷ മണ്ഡലമാണ്. ഒരാമയം പറഞ്ഞാട്ടെ. അത് എല്ലാവരുടെയും ഒരു അവകാശമാണ്. എന്തുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും എന്തുണ്ട്? ഒരു വയലുണ്ട്. ഒരാമയം പറഞ്ഞാട്ടെ. വയലിൽ എന്തുപയോഗിക്കണം? വിശ്വാസം ഉപയോഗിക്കണം. നീ പറയണം, എൻ്റെ ശുശ്രൂഷ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹമാകട്ടെ, മറ്റുള്ളവർക്ക് അത് പ്രയോജനകരമാകട്ടെ, മറ്റുള്ളവരെ കർത്താവിലേക്ക് അടുപ്പിക്കുവാൻ അത് കാരണമാകട്ടെ. എൻ്റെ വിശ്വാസത്തെ ഞാൻ അനുഗ്രഹിക്കുന്ന ശുശ്രൂഷയെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അപ്പോൾ വിശ്വാസത്തെ ഉഴാൻ ഉപയോഗിക്കണം, മേയ്ക്കാൻ ഉപയോഗിക്കണം, വയലിൽ ഉപയോഗിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താണ്? വീണ്ടും വീണ്ടും ഉപയോഗിക്കണം. ആദ്യം എവിടെ ഉപയോഗിച്ചു? വയലിൽ. അല്ല, ആദ്യം ഇവിടെ ഉഴാൻ, പിന്നീട് മേയ്ക്കാൻ, പിന്നീട് വയലിൽ. അർത്ഥം എന്താണ്? വീണ്ടും വീണ്ടും ഉപയോഗിക്കണം. ഒരു പ്രാവശ്യം ഉപയോഗിച്ചതിൻ്റെ ഫലത്തിൽ ഇങ്ങനെ പോകരുത്. വീണ്ടും വീണ്ടും ഉപയോഗിക്കണം. എന്തിന്? നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ. പ്രിയമക്കളെ, മലയാളികൾ വളരെ കുറവാണ് വിശ്വാസം ഉപയോഗിക്കുന്നവർ. ഇങ്ങനെയുള്ള പ്രസംഗങ്ങൾ വളരെ കുറവാണ്. സങ്കീർത്തനം പ്രസംഗിച്ചാൽ ഈ ദൂത് കിട്ടത്തില്ല. ഞാൻ പറഞ്ഞത്, സത്യസഭയിലാണ് യേശു വിശ്വാസം പഠിപ്പിക്കുന്നത്. ഒരു അമ്മയും പറഞ്ഞാട്ട്, നിന്റെ വിശ്വാസം വർദ്ധിച്ചാലേ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയൂ. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയില്ല. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ ആർക്കും കഴിയുകയില്ല. നിന്റെ വിശ്വാസത്തെ വീണ്ടും വീണ്ടും ഉപയോഗിക്കണം. ഞാൻ ചോദിക്കട്ടെ ഒരു ചോദ്യം. ഈ ആലയത്തിൽ 10 വർഷമായിരിക്കുന്നല്ലോ. നിങ്ങൾ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കാറുണ്ടോ? അങ്ങനെ വിളിക്കുന്നവർക്കായി സ്തോത്രം. അവിടെയാണ് വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടുന്നത്. വിശ്വാസമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, വിശ്വാസം പ്രവൃത്തിയിൽ വെളിപ്പെടണം. രാമൻ പറഞ്ഞാട്ട്, ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിക്കണം. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇല്ലാതിരിക്കുന്ന സമ്പത്തിനെ ഉള്ളതിനെ പോലെ വിളിക്കണം. ഇല്ലാതിരിക്കുന്ന ഫ്രൂട്ട്സിനെ ഉള്ളതിനെ പോലെ വിളിക്കണം. നമ്മൾ എന്ത് ചിന്തിക്കും? എങ്ങനെ കടം വാങ്ങാം, എങ്ങനെ പറ്റ് വാങ്ങാം, അല്ലേ? കടയിൽ എന്തുണ്ട്? പറ്റ് നിർത്തുക, പട്ടിണി കിടന്ന് ചാവട്ടെ, പറ്റുകടയിൽ പറ്റ് നിർത്തുക. നോക്കാം, ചാവുമോ നോക്കാം, മരിക്കുമോ നോക്കാം. വിശ്വാസം ഉണ്ടോ? വിശ്വാസം വേണം. വെറുതെ ആക്കത്തില്ല. ഉള്ള പറ്റുകൂടെ നിർത്താനുള്ള പരിപാടിയാ പാസ പരിപാടി. ഇല്ല, കടം വാങ്ങണ്ട. നീ മുട്ടുമടക്കി പ്രാർത്ഥിക്കുക.
കടം എഴുതുന്ന പുസ്തകം പറ്റു പുസ്തകം അല്ലേ, പറ്റു പുസ്തകത്വം കൊണ്ട് മകനെ വിടുന്നതിന് മുമ്പായിട്ട് മുട്ടുമടക്കി കർത്താവേ, ഇന്ന് ദേവദാസൻ പറഞ്ഞ് കേട്ടു, പറ്റു പേടിക്കേണ്ടെന്ന് കർത്താവേ, നീ അത്ഭുത വഴി തുറക്കണം, അത്ഭുത വഴി നിനക്ക് കഴിയും, നിനക്ക് കഴിയും, നിനക്ക് കഴിയും, നിനക്ക് കഴിയും, നിനക്ക് കഴിയും. ഇന്ന് മുതൽ പറ്റു വേണ്ട, ദൈവം തരുന്നത് മതി, ദൈവം തരുന്നത് മതി. നോക്കാം ദൈവം എങ്ങനെയാ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. വീണ്ടും വീണ്ടും എന്തുപയോഗിക്കണം? വിശ്വാസത്തെ വീണ്ടും അത്താഴമൊരുക്കാൻ ഉപയോഗിക്കണം. അവിടെ പറയുന്നു, വയലിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് നമുക്കൊരു അയ്യോ ഒരുപാട് കാര്യം ചെയ്തു, മേയിച്ചു, ഉഴുതു, പിന്നെന്താണ് വയലിൽ പണി ചെയ്തു, കുറെ റെസ്റ്റ് എടുക്കട്ടെ. ആര്? വിശ്വാസം ഇല്ല. വിശ്വാസം റെസ്റ്റ് എടുത്താൽ നിന്റെ കാര്യം പോക്കാ. വിശ്വാസം എന്തെങ്കിലും റെസ്റ്റ് കൊടുക്കരുത്. വീണ്ടും വീണ്ടും അതിനെ ഉപയോഗിക്കണം. അടുത്ത പണി അതിന് അത്താഴം കൊടുക്കുകയല്ല, അത്താഴം വിശ്വാസത്താൽ ഒരുക്കപ്പെടണം. ഇതൊക്കെ ആഴമേറിയ കാര്യമുണ്ട്. അത് നിങ്ങളുടെ ഓരോ സാഹചര്യവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. ഒരമ്മയും പറഞ്ഞാട്ടെ, നിങ്ങളുടെ ആവശ്യമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഡെവലപ്പ് ചെയ്യണം. പഠനം ആവശ്യമാണോ? അഡ്മിഷൻ ആവശ്യമാണോ? ആരോഗ്യ വിഷയമാണോ? സാമൂഹ്യ വിഷയമാണോ? വീടാണോ? വസ്തുവാണോ? ഭാവി പ്രത്യാശയാണോ? ശുശ്രൂഷയാണോ? അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഈ വിശ്വാസത്തെ വീണ്ടും 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 ഉപയോഗിക്കണം. ഓരോ കാറ്റഗറിക്കും വേണ്ടി ഉപയോഗിക്കണം. ഒരാമയും പറഞ്ഞാട്ട് വീണ്ടും അത്താഴമൊരുക്കാൻ ഉപയോഗിക്കണം. അവിടെ പറയുന്നു മരണം വരെ ഉപയോഗിക്കണം. വാക്യം വായിച്ചേ. അല്ല, എനിക്ക് അത്താഴം ഒരുക്കുക, ഞാൻ തിന്നു കുടിച്ച് തീരുവോളം. തിന്ന് കുടിച്ച് തീരുന്നത് എപ്പോഴാ മക്കളെ? ഒന്നീ കർത്താവ് വരണം, അല്ലെങ്കിൽ മരിക്കണം. സത്യമാണ്, മനസ്സിലായോ? നീ തിന്നു കുടിച്ച് തീരുന്നത് എപ്പോഴാ? ഒന്നീ നീ മരിക്കണം, അല്ലെങ്കിൽ കർത്താവിന്റെ അന്ന് വരെ നീ എന്ത് ചെയ്യണം? വിശ്വാസത്തെ വീണ്ടും വീണ്ടും അകത്തോട് കയറുന്നുണ്ടോ പറയുന്ന കാര്യം? ഞാൻ വളരെ ആഴമേറിയ കാര്യം സംസാരിക്കുന്നത്. ചില കാര്യങ്ങൾ മറപ്പൊരുളായിട്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്. മർമ്മം മറഞ്ഞു കിടക്കുന്നതാണ്. അത് ദൈവാത്മാവ് വെളിപ്പെടുത്തുന്നതാണ്. അത് ഭക്തന്മാർക്കിലൂടെ കിട്ടുന്ന റേമയാണ്. ഒരാമേൻ പറഞ്ഞാട്ടെ. മരണം വരെ ഇതിനെ ഉപയോഗിക്കണം. എവിടെ ഉപയോഗിക്കണം? ഉഴാൻ ഉപയോഗിക്കണം, മേയ്ക്കാൻ ഉപയോഗിക്കണം, വയലിൽ ഉപയോഗിക്കണം, വീണ്ടും വീണ്ടും ഉപയോഗിക്കണം, അത്താഴമൊരുക്കാൻ ഉപയോഗിക്കണം, മരണം വരെ വീണ്ടും ഒരു അടിമയെ പോലെ ഉപയോഗിക്കണം. മനുഷ്യത്വമില്ലേ നിങ്ങൾക്ക്? അയാള് ഉഴാൻ പോയിട്ട് വന്നതല്ലേ? അയാള് മേയിച്ചു കഴിഞ്ഞ് വന്നതല്ലേ? റെസ്റ്റ് വേണ്ടേ? വേണ്ട. നിങ്ങൾക്കറിയാമോ അടിമകളെ എങ്ങനെ ഉപയോഗിക്കുന്നതെന്ന്? കപ്പലിനകത്ത് അടിത്തട്ടിൽ അടിമകളെ ഈ പങ്കായത്തോട് ചേർത്ത് കെട്ടും, ചങ്ങലക്കിടും. 6-7 പങ്കായം വെച്ചിട്ട് എന്ത് ചെയ്യും? അതിനകത്ത് എന്ത് ചെയ്യും? അവരതിന് ചേർത്ത് ചങ്ങലക്കിടും. ഇവരുടെ പണി എന്താണ്? പങ്കായം 24 മണിക്കൂറും എന്താണ് ചെയ്യാതിരുന്നാലോ ചാട്ടവാറിന് അടി കിട്ടും. ചാട്ടവാറോട് ആര് നിൽക്കുക? ഉടമസ്ഥൻ. അവിടെ പണ്ട് കാലത്തെ കാര്യം ഞാൻ പറയുന്നത്. പണ്ട് കാലത്തെ കാര്യം. ആഹാരം കൊടുക്കും. കാര്യം എന്താണ്? ജോലി ചെയ്യാൻ ആരോഗ്യം വേണം അല്ലേ? അത് അവിടെ തോന്നിയതുപോലെ കാലത്ത് ചിലപ്പോൾ ആഹാരം കൊടുക്കും, പിന്നെ വൈകിട്ടായിരിക്കും ആഹാരം കൊടുക്കുന്നത്. അത് ഉടമസ്ഥന്റെ എന്താണ് അവന്റെ ബുദ്ധിക്കനുസരിച്ചാ. പക്ഷേ അടിമ എന്ത് ചെയ്യണം? ഇത് വീണ്ടും 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 വീണ്ടും. സ്വാതന്ത്ര്യമില്ല. അതുപോലെ വിശ്വാസത്തെ ഒരു അടിമയെ പോലെ നീ ഉപയോഗിക്കണം. മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം. നിന്റെ വിശ്വാസത്തെ അത് ദൈവത്തിന് ഇഷ്ടമാണ്. ഒരമ്മയും പറഞ്ഞാട്ടെ, വിശ്വാസത്തെ കൂടെ കൂടെ ഉപയോഗിക്കുന്നതുകൊണ്ട് ദൈവത്തിന് കോപം വരുമോ? അവൻ അല്പോടെ ഇഷ്ടം തോന്നുകയാണ്. കാര്യം വിശ്വാസത്തിനല്ല നന്ദി പറയേണ്ടത്, വിശ്വാസം നൽകിയ ദൈവത്തിനാണ് നന്ദി പറയേണ്ടത്. അടിമയോട് പറയുമോ നീ ഈ പങ്കായം പിടിച്ചതിന് നന്ദി എന്ന് പറയൂ? എന്നല്ലേ പറയുന്നത്. ചാട്ട എടുക്കാൻ പൊക്കുമ്പോഴേ അറിയാം, അടിമയ്ക്ക് അറിയാം അടി വീഴും. അനുമ്പ് എന്ത് ചെയ്യും? അവൻ എന്ത് ചെയ്യും? പങ്കായം ഇട്ടിരിക്കും.
എന്ന് പറഞ്ഞാൽ ഒരു അടിമയെ പോലെ വിശ്വാസത്തിന് നന്ദി പറയരുത്. വിശ്വാസം തന്ന ദൈവത്തിന് നന്ദി പറയണം. ഒരമ്മയും പറഞ്ഞാട്ടെ, വിശ്വാസത്തിന്റെ ഉടമസ്ഥന്, നിന്നെ ഇപ്രകാരം മെടഞ്ഞവന്, നിന്നെ പഠിപ്പിച്ചവന്, നിന്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച ഒരുവനുണ്ട്, അവന് നന്ദി പറയണം. വളരെ ആഴമേറിയ കാര്യമാണ്. ഞാൻ ഒന്ന് സമ്മറൈസ് ചെയ്യട്ടെ. എന്താണ് അവർ പറഞ്ഞത്? വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. അവർക്കകത്ത് വിശ്വാസമുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. പക്ഷേ അത് പോരാ, അത് വർദ്ധിക്കണം. അങ്ങനെ പറയാൻ കാര്യം എന്തെന്നറിയാമോ? ഒരിക്കൽ യേശു ചോദിച്ചു, നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? എപ്പോഴാണ്? കാറ്റും കടലും ആഞ്ഞടിച്ചു. അവർ പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എടാ, ഇതുവരെ എൻ്റെ കൂടെ നടന്നപ്പം നാശം വന്നോ? 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 ഇതുവരെ നീ തകർന്നോ? ഇതുവരെ നിന്നെ ദൈവം ലജ്ജിപ്പിച്ചോ? എവിടെയെങ്കിലും ലജ്ജിപ്പിച്ചോ? ഇല്ല. നിങ്ങൾക്കിപ്പോഴും വിശ്വാസമില്ലയോ? 100-ന് 150% സമയമാകുന്നു. പൊയ്ക്കോ, കുഴപ്പമില്ല. 100-ന് 150% പ്രാഗൽഭ്യത്തോടെ പറയട്ടെ. ഞങ്ങൾ പ്രാർത്ഥിക്കാം കേട്ടോ. പ്രാർത്ഥിക്കാം, വണ്ടിയുടെ സമയമായതുകൊണ്ടാണ്. ഓക്കെ, ഹല്ലേലൂയ. 100-ന് 150% പ്രാഗൽഭ്യത്തോടെ പറയട്ടെ, എൻ്റെ കർത്താവ് ഇതുവരെയും എന്നെ ഒരിടത്തും കുറച്ചിട്ടില്ല, ലജ്ജിപ്പിച്ചിട്ടില്ല, ഒറ്റപ്പെടുത്തിയിട്ടില്ല, കൈവിട്ടിട്ടില്ല. അവൻ പറഞ്ഞു, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. യെസ്, കം ഓൺ, ഹല്ലേലൂയ. ഒരു നല്ല പ്രാർത്ഥന ഉണ്ടാകട്ടെ. കർത്താവേ, എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ. ചെറിയ വിശ്വാസമുണ്ട്, അതിനെ നീ ഉപയോഗിക്കണം. കടുകുമണി വിശ്വാസമുണ്ട്, അതിനെ നീ ഉപയോഗിക്കണം. എങ്ങനെ ഉപയോഗിക്കണം? അസാധാരണമായി ഉപയോഗിക്കണം. എങ്ങനെ? വളരെ കൃത്യതയോടെ ഉപയോഗിക്കണം, പൂർണ്ണതയോടെ ഉപയോഗിക്കണം. എന്തിനുപയോഗിക്കണം? ഉഴാൻ ഉപയോഗിക്കണം, ഇടിച്ചു നിരത്താൻ. തടസ്സങ്ങളെ ഇടിച്ച്, നിന്റെ മുമ്പിലുള്ള തടസ്സമുണ്ടല്ലോ, ഉഴുന്നതിന്റെ പരിപാടി എന്താണ്? നിനക്ക് നടണമെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? അത് ആ തടസ്സം മാറണം. ആ തടസ്സത്തെ, അത് ചിലപ്പോൾ കടഭാരമായിരിക്കാം, ചിലപ്പോൾ ഒരു പേപ്പർ നീങ്ങുന്നതായ വിഷയമായിരിക്കാം, ചിലപ്പോൾ ഒരു മെഡിക്കൽ ടെസ്റ്റ് ആയിരിക്കാം. ഒരു തടസ്സമാണെങ്കിൽ നീ അതിനെ ഉടയ്ക്കണം. വിശ്വാസത്താൽ ഉഴാൻ ഉപയോഗിക്കണം, മേയ്ക്കാൻ ഉപയോഗിക്കണം, പരിപാലിക്കുവാൻ. ലഭിച്ച നന്മയെ ഒരു നന്മ തള്ളിക്കളഞ്ഞിട്ടല്ല വേറൊരു നന്മ സ്വീകരിക്കേണ്ടത്. ആ നന്മ തള്ളിക്കളയാതെ അടുത്ത് തരുവാൻ ദൈവം ശക്തനാണ്. വയലിൽ ഉപയോഗിക്കണം, വീണ്ടും വീണ്ടും ഉപയോഗിക്കണം, അത്താഴമൊരുക്കാൻ ഉപയോഗിക്കണം, മരണം വരെ ഉപയോഗിക്കണം, അടിമയെ പോലെ ഉപയോഗിക്കണം. ഒടുവിൽ നന്ദി പറയേണ്ടത് ആർക്കാണ്? വിശ്വാസത്തിനല്ല, വിശ്വാസം നൽകിയ ദൈവത്തിന്. എഴുന്നേൽക്കാം.